നിങ്ങളുടെ സർവീസിനോ പ്രൊഡക്റ്റിനോ വേണ്ടി കസ്റ്റമേഴ്സിനോട് പണം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നാറുണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കാം. അല്ലെങ്കിൽ മറ്റേ കടയിൽ ഇതിനേക്കാളും വില കുറവാണല്ലോ എന്ന് കസ്റ്റമർ പറയുമ്പോൾ നിങ്ങൾ ഉടനെ വില കുറച്ച് കൊടുക്കാറുണ്ടോ എന്നുള്ളത്. എങ്കിൽ കേട്ടോളൂ, നിങ്ങൾ ഒരു ബിസിനസ് ഉടമയല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. അതെന്താ അങ്ങനെ പറഞ്ഞല്ലേ? ഞാൻ ഇത്രയും വർഷങ്ങളായി ബിസിനസ് ചെയ്തിട്ടും എന്നെ പറയുന്നു ബിസിനസ് ഉടമയല്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയോ? എങ്കിൽ അതെൻ്റെ തെറ്റല്ല. കാരണം നിങ്ങൾ ഒരു ഡിസ്കൗണ്ട് ഏജന്റ് മാത്രമാണെന്ന് ഞാൻ പറയും. വില കുറച്ച് വിൽക്കുന്ന ബിസിനസ്സുകൾക്ക് ഒരിക്കലും വലിയ വളർച്ച ഉണ്ടാകില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റും? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു പ്രീമിയം ബ്രാൻഡാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ്. ഗൾഫ് മാർക്കറ്റിലായാലും ഇന്ത്യൻ മാർക്കറ്റിലായാലും ഹൈ വാല്യൂ ക്ലയൻറ്റുകളെ മാത്രം എങ്ങനെ ആകർഷിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ബിസിനസ് സാധാരണ ബിസിനസ്സുകാരനായി മാറണോ, അല്ല ഹൈ വാല്യൂ ക്ലയൻറ്റുകളെ ഉള്ള ബിസിനസ്സുകാരനായി മാറണോ? എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഹൈ വാല്യൂ ക്ലയൻറ്റുകൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. അല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ മാത്രമേ പ്രോഫിറ്റ് നമുക്കുണ്ടാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആർക്കും വേണ്ടിയുള്ളവനല്ല എന്നുള്ള ഒരു തത്വം പറയണ്ടേ. ഇഫ് യു ആർ ഫോർ എവരി വൺ, യു ആർ ഫോർ നോ വൺ എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. എല്ലാ ബിസിനസ്സുകാരും എല്ലാവരെയും കസ്റ്റമേഴ്സ് ആക്കാൻ ശ്രമിക്കുന്നു, ഇല്ലേ? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ബിസിനസ്സിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എൻ്റെ വാല്യൂ ആഡഡ് ക്ലാസ്സിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതേ ഇല്ല. കാരണം എനിക്കവിടെ വേണ്ടത് ഹൈ വാല്യൂ ക്ലയൻറ്റുകളെ മാത്രമാണ്. അവർക്ക് മാത്രം കയറി വരാനുള്ള ഒരു വേദിയാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാനും ബിസിനസ്സിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാവരും വരണ്ട. നിങ്ങൾ അതിൽപ്പെട്ട ഹൈ വാല്യൂ ക്ലയൻ്റ് ആണോ എങ്കിൽ മാത്രം നിങ്ങൾക്ക് വരാതെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. അവിടെയാണ് നമ്മുടെ ബ്രാൻഡ് വാല്യൂ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ബ്രാൻഡ് വാല്യൂ ഇടിയുന്നതും അവിടെയാണ്. പ്രീമിയം കസ്റ്റമേഴ്സ് നോക്കുന്നത് വിലയല്ല, മറിച്ച് നിങ്ങൾ നൽകുന്ന സ്റ്റാറ്റസ് ആൻഡ് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടത് ഒരു സാധാരണ പരിഹാരമല്ല, അവർക്ക് വേണ്ടത് ദ ബെസ്റ്റ് ആണ്. ആ ബെസ്റ്റ് നിങ്ങളാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നതാണ് എൻ്റെ വിജയം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്നതിൽ ഒരു കണ്ടന്റ് ഉണ്ട്, ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു ഹൈ വാല്യൂ ക്രിയേറ്റ് ചെയ്ത ബിസിനസ്സുകാരനായി മാറുന്നു. അപ്പൊ നിങ്ങളുടെ ബ്രാൻഡ് എലൈറ്റ് ആക്കാൻ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്ന് പറഞ്ഞ് പെട്ടെന്ന് പോകാം. ഒന്നാമത്തെ എന്താണെന്നറിയോ? മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്. നിങ്ങൾ വിഷ്വൽ ഐഡന്റിറ്റി മാറ്റുക. നിങ്ങളുടെ ലുക്ക് അങ്ങ് മാറ്റുക. നിങ്ങളുടെ ലോഗോ മുതൽ നിങ്ങളുടെ ഓഫീസ് വരെയുള്ള പ്രീമിയം ആക്കി മാറ്റുക. ഗോൾഡൻ കളറും അല്ലെങ്കിൽ ബ്ലാക്കും ചേർന്ന് റോയൽ ഫീൽ അങ്ങ് കൊണ്ടുവരിക ആണല്ലേ? ഇവിടെയും നിങ്ങൾക്കത് കാണാമല്ലേ? ഒരു റോയൽ ഫീലിംഗ് ഇല്ല. ഇത് ഓപ്പണാണ്. ഇവിടെ ഓപ്പണായ ഏരിയ ആണ് അല്ലേ? ഇത് തന്നെയാണ് ഡിഫറൻസ്. നിങ്ങൾ ഫീൽ ചെയ്തോ? അത് ഞാനത് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? എങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് അറിയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ പറയാൻ പഠിക്കുക. എല്ലാ കസ്റ്റമേഴ്സിനെയും സ്വീകരിക്കരുത് എന്നാണ്. ലോ വാല്യൂ ക്ലയൻസ് കസ്റ്റമേഴ്സിനെ ഒഴിവാക്കിയാൽ മാത്രമേ ഹൈ വാല്യൂ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരികയുള്ളൂ എന്ന സത്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രശ്നത്തിലല്ല, റിസൾട്ടിനെ വിലയിടുക എന്ന് പറയും. നിങ്ങൾ എത്ര നേരം ജോലി ചെയ്തു എന്നതിൽ യാതൊരു പ്രശസ്തിയുമില്ല. നിങ്ങളുടെ ജോലി കൊണ്ട് കസ്റ്റമർക്ക് എന്ത് മാറ്റമുണ്ടായി എന്നതിലാണ് വിലയിടേണ്ടത്. 10 മണിക്കൂർ ജോലി ചെയ്തു അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്തിട്ടാണ് ആ വർക്ക് ചെയ്തു കൊടുത്തെങ്കിൽ അതിനല്ല വില. ആ വർക്ക് എത്രത്തോളം പെർഫെക്റ്റായി നിങ്ങൾ കൊടുത്തു അതിനാണ് വിലയിടേണ്ടത്. മണിക്കൂറുകൾക്ക് ഇത് മറ്റേ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലേ? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, ഓരോ മെക്കാനിക്കിന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. തൽക്കാലം ഒക്കെ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, വിശദമായി തന്നെ ഞാൻ ക്ലാസ്സിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സാധാരണ കടയായി തുടരണോ അതോ ഒരു പ്രീമിയം ബ്രാൻഡായി മാറണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം.
നിങ്ങൾ പ്രീമിയം ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ഒന്ന് ഐ എം എ പ്രീമിയം ബ്രാൻഡ് എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. നല്ല നല്ല പ്രീമിയം ബ്രാൻഡ് ബിൽഡേഴ്സ് ആയ ആൾക്കാരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമായിട്ടുണ്ട്. അവരൊക്കെ അവരുടെ എക്സ്പീരിയൻസുകളും അവർ വന്ന വഴികളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അവിടെ നിങ്ങൾക്ക് മാറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്താനുള്ള രഹസ്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോന്നായി പങ്കുവെക്കാമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കാണാം. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്.